ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുക്കുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്, ഒരു ഹോം വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ് ടീ ടൈമാണ്. അപ്പം എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് ഓരോ ഗ്ലാസ് കടിഞ്ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം ഇന്ന് ഇത് ഫ്രൈഡേ ഈവനിങ് ആണ്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്കും കാര്യങ്ങളൊന്നും പൊരിച്ചില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് ഒണിയൻ പക്കോടിയും അതുപോലെ തന്നെ നല്ല അരവുള്ള നല്ല അടിപൊളി ഒരു കൽത്തപ്പമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിന്ന് വളരെ ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ ഈവനിങ് സ്നാക്കും ടീയും ഒക്കെ കുടിക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്ത് പോയിട്ടാണ് നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കൽത്തപ്പം കണ്ടോ, ഇതിൽ മൈദയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, സംഭവം സ്റ്റിഫല്ല, തളതളാന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പം. പിന്നെ ഒണിയൻ പക്കോട. അപ്പോൾ നമ്മളിതാ ലിഫ്റ്റിൽ കയറുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് കുട്ടികളെയൊക്കെ റെഡിയാക്കി നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ ഒരു 7:38, ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ കുടിയും സ്നാക്സ് കഴിക്കലും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നൈറ്റ് ആയപ്പോഴത്തേനാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കുറേ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് സർപ്രൈസും അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഡിന്നർ വിശേഷങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെയിറ്റിംഗ് ആണ്. ഇക്കായും മക്കളും താഴെ ബേസ്മെൻറ്റിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ്മെൻറ്റിൽ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഇക്കായും മക്കളും പോയി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നി. കാരണം ഇത് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലെങ്ങാണ്ടോ റെഡിയായി നിൽക്കുന്ന വളരെ അതിൻ്റെ കിളുത്ത് വന്നിരിക്കുന്ന സ്മോൾ ലീവ്സാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് തോന്നി. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നൈറ്റ് ഞാൻ ഇങ്ങനെയൊന്നും കാര്യമായിട്ട് ഇതൊന്നും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറില്ല. ഡേ ടൈമിലാണല്ലോ നമ്മളെപ്പോഴും ഇതൊക്കെ കാണാറ്. അപ്പോൾ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടപ്പോഴത്തേനും നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ ഞാൻ ഇക്കാന് വെയിറ്റിംഗ് ആണ്. നമ്മുടെ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ബേസ്മെൻറ്റിൽ നിന്ന് കാറൊക്കെ എടുത്തുകൊണ്ട് ഇക്ക വരികയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കടവത്തൂർ റെസ്റ്റോറൻറ്റിലാണ്. തൊട്ടടുത്ത് ഉള്ള സാധാരണ വീടിൻ്റെ അടുത്താണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് നമ്മൾ കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. എന്നാൽ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വർസാനിലാണ് താമസിക്കുന്നത്. അപ്പോൾ വർസാനിൽ ഇപ്പോൾ ഒരുപാട് പുതിയ റെസ്റ്റോറൻറ്റ്സും കഫ്റ്റീരിയാസും ഒക്കെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റൂമിൽ നിന്ന് തൊട്ടടുത്ത് ഇതാണ് നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ സാറ നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുക്കുകയാണ് വണ്ടിയിലിരുന്നുകൊണ്ട്. അപ്പോൾ അത് കണ്ടല്ലോ, റൂമിൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു റെസ്റ്റോറൻറ്റാണ് ഒതൻറ്റിക് ഹൈദരാബാദി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹൈദരാബാദി ഫുഡാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ വർസാൻ എന്ന് പറഞ്ഞ ഏരിയയ്ക്ക് ഒരുപാട് ഡേ ബൈ ഡേ ഭയങ്കര ഡിഫറൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പയ്യനെ നമ്മുടെ ഹൈദരാബാദി റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവർ കയറി ഞാൻ ജസ്റ്റ് അവിടെയുള്ള ഡിഷസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഹൈദരാബാദി റെസ്റ്റോറൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒത്തൻറ്റിക് ഹൈദരാബാദി ഡിഷസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ വർക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ഒരു വെറൈറ്റി, ഒരു ഹൈദരാബാദ് ടച്ചിൽ തന്നെ ഒരു കംപ്ലീറ്റ് വെറൈറ്റി ലുക്കിലാണ് അവർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നി. വോൾ ഡിസൈനിങ്ങും ഫ്ലോർ ഡിസൈനിങ്ങും എല്ലാം. അപ്പോൾ സൈറു വെറുതെ ടേബിളിൻ്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ കസിൻ്റെ വൈഫും ഞങ്ങളുടെ മൂത്തുമ്മായും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടിയിട്ടാണ് ഇന്ന് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വൻപൻ സർപ്രൈസും കാര്യങ്ങളും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ
വെച്ചാൽ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് എല്ലാവരും അത് തന്നത്. അപ്പം നമ്മളിതാ കുറച്ച് ഹൈദരാബാദി വെറൈറ്റീസ് നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി മട്ടൻ ബിരിയാണി, പിന്നെ നമ്മുടെ പിന്നെ ബ്രെഡായിട്ട് ഞാൻ എടുത്തിരുന്നത്, ഞങ്ങൾ വാങ്ങിച്ചിരുന്നത് ഗാർലിക് നാനും അതുപോലെ തന്നെ ബട്ടർ നാനും. പിന്നെ ഇതൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ഡിഷസ് ആയിരുന്നു ഇതൊക്കെ. അതിനുശേഷം ഇതാണ് ആ വമ്പൻ സർപ്രൈസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കസിനും എൻ്റെ നാത്തൂനും അതുപോലെ തന്നെ മൂത്തുമ്മയൊക്കെ ഉണ്ടെന്ന്, അവർ സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എനിക്ക് സർപ്രൈസായിട്ട് ഒരു അടിപൊളി കേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ അവിടെ മാറ്റി നിർത്തിച്ച് എന്നെക്കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിച്ച് അവൾ എനിക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തന്നു. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞങ്ങൾ ജസ്റ്റ് ഇന്ന് ഫുഡ് കഴിച്ചിട്ട് പിരിയാം എന്ന് മാത്രമേ പ്ലാൻ ചെയ്തുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഫോണ്ടൻ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ ഈ കൊച്ചു സന്തോഷം ഇരട്ടി മധുരമാക്കി തന്ന എൻ്റെ കസിനും അതുപോലെ തന്നെ നാത്തൂനും മൂത്തുമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. കാര്യം വെച്ചാൽ 1 വീക്ക് ആയല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന 1200 അടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സൺഡേ 1000 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോൾ എന്ന് പറയുന്നത് ഇന്ന് സാറ്റർഡേ ആയപ്പോൾ 1200 അടുക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഭയങ്കര എൻ്റെ വലിയ എന്നാൽ ഒരു ചെറിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.